ഞാൻ വിചാരിച്ചു പിരികം രണ്ടും കൂടി ഇപ്പൊ കൂട്ടിക്കെട്ടും. ഓക്കെ, നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല് ഞാനൊരു ഡയലോഗ് പറയും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയും. ആ ചേട്ടന്റെ ക്യാമറ ഇരിക്കുന്ന ചേട്ടന്റെ മുഖം ക്യാമറ സൂം ചെയ്ത് നോക്കുമായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയോ. അതെ അതെ. ഓക്കെ, അപ്പൊ ഞാനൊരു സിറ്റുവേഷനോ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഒരു സിനിമ ഡയലോഗോ എന്തെങ്കിലും തരും. അതിന്റെ കൂടെ ഞാനൊരു ഇതുപോലൊരു നവരസം പറയും. അപ്പൊ ഞാൻ പറയുന്ന നവരസത്തിൽ വേണം അത് ചെയ്ത് കാണിക്കാൻ. ആ എനിക്ക് കത്തിയില്ല. അടച്ചോ? എനിക്ക് കത്തിയില്ല. ഇല്ല, അതായത് ഇപ്പൊ ഞാൻ സിറ്റുവേഷൻ പറയും, ഒരു ഡയലോഗ് പറയും. ഞാൻ പറയുന്നത് ഹാസ്യത്തില് അഭിനയിച്ച് പറയാൻ പറയും. ഓ അങ്ങനെ. അങ്ങനെ ഫിലിം നെയിമോ? അല്ലല്ല, ഫിലിമിലെ ഡയലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ സിറ്റുവേഷൻ. കോമഡി ആക്കും. ആ ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ ഇതാണ്. ഞാൻ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. എൻ്റെ ഒരു വകയിലുള്ള ഒരു അമ്മാവന് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലായി. അപ്പൊ ഇക്കാര്യം ഞാൻ അമ്മാവന് വേണ്ടി ഭയങ്കര ക്ലോസാ. അപ്പൊ എന്നോട് ഇക്കാര്യം പറയാനുള്ള ധൈര്യം ആർക്കും ഇല്ല. അപ്പൊ ആ ടാസ്ക് ചേച്ചി എത്തിച്ചേക്കുവാ. അപ്പൊ എന്നോട് വന്നിട്ട് പറയണം, എടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, നിന്റെ അമ്മാവൻ ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി, പേടിക്കാനൊന്നുമില്ല, പക്ഷെ ക്രിട്ടിക്കൽ സ്റ്റേജില് ICU ഹോസ്പിറ്റലിലാ എന്ന് പറയണം. ഇത് ഹാസ്യത്തിൽ വേണം എന്നോട് പറയാൻ. അങ്ങനെ ചിരിച്ചോണ്ട് പറയണം. അതെ, ഹാസ്യത്തിൽ പറയണം. അതെ, സുഖാണോ? ആടി, എന്തൊക്കെയുണ്ട് വിശേഷം? ആ നന്നായി പോകുന്നു. നമുക്ക് അമ്മാനെ ഒന്ന് കാണാൻ പോവാം. അമ്മാന്റെ കാര്യം വൻ കോമഡിയാ. എന്തെന്ന്? നിന്റെ അമ്മാന്റെ കാര്യം വൻ കോമഡി ആയിട്ടിരിക്കുക. പുള്ളി പൊതുവെ ആളിച്ചിരി കോമഡിക്കാരനാണ്. പക്ഷെ അതല്ല, ഇന്ന് പോകുന്ന വഴിക്കേ പക്ഷെ ഒന്നും പറയണ്ട, ഒരു പട്ടി കുറുകെ ചാടിയതാ. പുള്ളി നേരെ ചെന്ന് പട്ടിയുടെ മണ്ടയിലോട്ട് വണ്ടി കയറ്റിട്ട് കറങ്ങി അടിച്ചിട്ട് ഒരു ക്രോസിൽ ഒരു വണ്ടി വന്ന് ഇടിച്ച് കറങ്ങി അടിച്ച് വീണു. കാലും കൈയൊക്കെ ഒടിഞ്ഞ് ഇച്ചിരി ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാം. അതിന് അല്ല, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വൻ കോമഡി എന്ന് എല്ലാരും പറയുന്നത്. മുഖക്ക ഇങ്ങനെ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി കണ്ടിട്ട്. അമ്മാവൻ ആശുപത്രിയിലായതാണോ നീ ഇത്ര ചിരിക്കുന്നത്? ഓക്കെ, ഇത്തിരി സംഭവം പൊളിഞ്ഞെങ്കിലും അതെ, ഒരുപാട് വലിച്ചു നീട്ടണ്ടല്ലേ? അതെ, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി അടുത്തൊരു ഡയലോഗ് വേണോ? വേണം വേണം, 5 ഉണ്ട്. 5 9 രസങ്ങളുണ്ടായിട്ട് ഞാൻ 5 കുറച്ചതാ. വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കരുത്, ഉടച്ച് കൈത്തരും. ഇത് ശൃംഗാരത്തിൽ പറയണം. എന്ത് ദൈവം, ആൾക്കാർ എങ്ങനെ കണ്ടോണ്ടിരിക്കോ ദൈവമേ. ശൃംഗാരം ഒഴുകണം. നിങ്ങക്ക് വ്യൂവേഴ്സ് ഒന്നും വേണ്ടേ? വേണം. ഇത് കണ്ടോണം. ഇത് കഴിയുമ്പോ വ്യൂവേഴ്സ് കത്തിക്കേറും. ആ എങ്ങനെ, എന്താണ്? വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കരുത്, ഉടച്ച് കൈത്തരും. ഉടച്ച് കൈത്തരും, ശൃംഗാരം. ശൃംഗാരം. അതെ, വടക്കം വീട്ടില് കൊച്ചുകുഞ്ഞിനോടെ, വടക്കം വീട്ടില് കൊച്ചുകുഞ്ഞിനെ അറിയില്ലേ? ഓടുന്നു. പുള്ളിയോട് ഉടക്കാൻ നിക്കണ്ട, നിന്ന ഉടച്ച് കൈത്തരും. ഓടുന്നു. മതിയോ? സന്തോഷായോ? സന്തോഷം. ഞാൻ ഇപ്പഴേ പറഞ്ഞല്ലേ വേണ്ട. എനിക്ക് 50 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു. അത് നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള എനിക്ക് നിങ്ങൾ ഗിഫ്റ്റ് തരാൻ പോവാ. അത് രൗദ്രത്തിൽ പറയണം. എനിക്ക് 50 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. വേണോ? എനിക്ക് 50 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വന്ന് എടുത്തിട്ട് പോട്ടു. അയ്യോ, അപ്പൊ എനിക്ക് തരാൻ പോവാണോ? ആ വേണേ വന്ന് എടുത്തിട്ട് പോ. ചുമ്മാ എനിക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കാട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണേ വന്ന് എടുത്തിട്ട് പോ. ഇനി അടുത്തത് വീരം. വീരം കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളു, ഭയങ്കര ബുദ്ധിയാ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാണാനൊട്ടും ബുദ്ധി അല്ല, അയ്യോ കാണാനൊട്ടും ലുക്കില്ലെന്ന്. ഒടുക്കത്തെ ബുദ്ധിയാ. കാണാൻ ഒടുക്കത്തെ കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളു. ഓഡീഷന് വല്ല പോയിട്ടില്ല? ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളു, ഒടുക്കത്തെ ബുദ്ധിയാ. കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ, ഒടുക്കത്തെ ബുദ്ധിയാ. കേട്ടോ? എന്നാര് പറഞ്ഞു? ഓരോരുത്തരും പറയുന്നു, നമ്മളതൊക്കെ അങ്ങ് വിശ്വസിക്കല്ല. ഇപ്പൊ എന്താ ചെയ്യുന്നു? നീ അടുത്തത് കരുണം. ചിരിച്ച് ഞാൻ ചാവും. എക്സ്ക്യൂസ് മീ, കാക്ക തൂറിന്നാ തോന്നണേ. കരുണമാണേ നമ്മുടെ. പറ്റിടാ, എന്താടാ നീ പറക്കണോ?
ഞാൻ മോനെ കാര്യം പറ, എന്ത് പറ്റി? കാക്ക കാക്ക ചത്തുപോയോ? കാക്ക തൂറിയതാ തോന്നുന്നു. അയ്യോ എന്റെ മോനെ നിനക്ക് ഇങ്ങനെ വന്നല്ലോ. എനിക്കറിയണ്ടായിരുന്നു. എന്നോട് എല്ലാരും ക്ഷമിക്കണം, ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? ഗെയിം ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു. നല്ലായിരുന്നോ? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു അടിപൊളി ഗെയിം ഒക്കെ കളിച്ചിട്ടിരിക്കുകയാണ്. സന്തോഷമായോ? സന്തോഷായി. ഞാൻ അത് ചോദിക്കേണ്ടത് സന്തോഷായോ? എനിക്ക് സന്തോഷായി. ഇഷ്ടായോ? അവർക്ക് എന്തായി കാണും എന്തോ. ഇത് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും. അതെ അതെ അതെ, ഇഷ്ടംപോലെ കമന്റ്സ് കിട്ടും. പോരട്ടെ പോരട്ടെ. അപ്പം ഇപ്പം ഡാൻസർ ആണല്ലോ, ഒരു ഡാൻസർ ആയിട്ടാണോ അതോ ഒരു ആക്ട്രസ് ആയിട്ട് ആണോ അറിയപ്പെടാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്? അത് അങ്ങനെ ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ശോഭന ചേച്ചിയൊക്കെ പോലെ ആക്ട്രസ് കം ഡാൻസർ അങ്ങനെ? ഓ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പോലെ. ഇപ്പം ഡാൻസ് തന്നെയായാലും കുഴപ്പമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഫീൽഡിൽ നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഡാൻസ് ആകുമ്പം അത് നമ്മളാണല്ലോ തീരുമാനിക്കുക ഇപ്പം എത്ര നാൾ വേണം എങ്ങനെയാണെന്നൊക്കെ. ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണെങ്കിൽ ഡാൻസ് മാത്രമായാലും കുഴപ്പമില്ല. നല്ല വർക്ക് കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ എല്ലാത്തിലും ഹാപ്പിയാണ്. എല്ലാത്തിലും ഹാപ്പിയാണ്. അങ്ങനെ ഇന്ന ഒരു നിശ്ചിതമായിട്ടൊരു എയിം? ഓ അങ്ങനെയൊന്നുമില്ല. അതൊരു ലക്ഷ്യമില്ലെന്ന്. ഓ അപ്പൊ ഞാനൊരു ലക്ഷ്യമില്ലാത്തവളായിരുന്നല്ലേ? അതിപ്പോ മനസ്സിലായല്ലോ. മറ്റേ ഇന്ന് തന്നെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെക്കണേ എയിം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കിട്ടിയതൊന്നും അങ്ങനെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാനിങ്ങനെ എയിം ചെയ്ത് അങ്ങനെ എടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയി. ഓക്കെ, ഈ ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടോ ശരിക്കും? ലൈക്ക് എന്ത് കാര്യത്തിനും ഉപദേശം തരുന്ന, ഓടിച്ചെല്ലാൻ പറ്റുന്ന, ഹെൽപ്പ് വഹിക്കാൻ പറ്റുന്ന, റെക്കമെൻഡേഷൻസ് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും? അങ്ങനെ ഒരാളുടെ പേര് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയ, എനിക്ക് ആദ്യമേ മുതൽ എൻ്റെ കൂടെ നിന്ന് എന്ത് ചെറിയ ചെറിയ കാര്യത്തിനായാലും പോലും ആദ്യമേ തന്നെ എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ അച്ഛനും തന്നെയാണ്. അത് ഞാൻ ഏത് വഴിക്ക് പോണ ആ വഴിക്ക് പോയാൽ അത് വേണ്ട, അത് തെറ്റാണെന്നൊന്നും ഇത് വഴിക്ക് പൊക്കോ അങ്ങനെ പറഞ്ഞ് അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു വിടുന്നത് അവർ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ, ചെയ്യണോ, ഒക്കെ ആണോ എന്നൊക്കെ ആരോടെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ അച്ഛൻ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ അമ്മയ്ക്കും അനിയനും ഒക്കെയുള്ള ടാലൻസ് എന്തൊക്കെയാ? അമ്മയ്ക്ക് എന്റെ പുറകെ ഇങ്ങനെ നടന്ന് അത് വേണം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോഴും സീരിയൽ ചെയ്യുന്ന ടൈമാണെങ്കിലും നമ്മൾ പോയി സീൻ ചെയ്തു വരുന്നു. പക്ഷെ രാവിലെ മുതല് വൈകിട്ട് വരെ രാത്രി വരെ തീരുന്നിടം വരെ അവിടെ ആ റൂമിൽ ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ എന്റെ പുറകെ അത് ചെയ്യണം ഇത് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ. അത് ഭയങ്കര ഒരു വലിയ പാടാണ് കേട്ടോ, രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന്. അത് വലിയ പാടാണ്. ഞാൻ ഒരുപാട് അമ്മമാരെ അതുപോലെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അമ്മമാരിങ്ങനെ കൂടെ ഇരുന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുക. അത് കുറച്ച് പാടാണ് കേട്ടോ. ശരിക്കും അവർക്കൊരു അസോസിയേഷൻ തുടങ്ങണം. അത് വേണം. മോഡേൺ ഡ്രസ്സസ് ആണോ അതോ നാടൻ വേഷങ്ങളാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം നാടൻ വേഷങ്ങളാണ്. അതിലാണ് ഞാനിങ്ങനെ എപ്പോഴും കംഫോർട്ടാണ്. തനിയാണോ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നത്? ഓ ഇല്ല, അങ്ങനെയൊന്നുമില്ല, അമ്മയാണ്. കാരണം ഐശ്വര്യയുടെ സ്റ്റൈലിംഗ് ഭയങ്കര ഫേമസ് ആണ്. എന്ത് ഇന്റർവ്യൂസ് ഒക്കെ ഏതൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒന്നും കാണാതെ ഞാൻ ഇന്നിങ്ങനെ വന്ന് രാവിലെ ഇരുന്നതാ. ഞാൻ ആ കാര്യത്തിൽ വൻ തോൽവിയാണെന്ന് പറയാം. അത്ര എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്ത അമ്മയായിരിക്കും. എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്യുന്ന അമ്മയാ. പിന്നെ ഞാൻ തന്നെ ഇടുന്നതൊക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇതെന്ത് വേഷം എന്നായിരിക്കും എല്ലാവരും മിക്കവരും ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ വലിയൊരു ടാസ്ക് എടുക്കാൻ പോകാറില്ല. അമ്മ എടുത്തോ, ഞാനിടാം, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോ കേൾക്കുന്ന ഒരു കാര്യം, ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ അത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? കാരണം ഐശ്വര്യ കുറച്ചും കൂടി ഒരു ബബ്ലി ഫിഗർ ആണല്ലോ. അങ്ങനെ അതിപ്പം
പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര തടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ നേരിട്ട് കാണുന്നേക്കാളും ഒന്നും കൂടെ തോന്നും, ഫ്രെയിമിൽ ഒന്നും കൂടെ കുറച്ചുകൂടെ തോന്നും, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പല ആർട്ടിസ്റ്റുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.